കാണ്ഡമാലിൽ ക്രൈസ്തവ പീഡനത്തിന് ഇരയായ ശേഷം ജയിലിൽ അടയ്ക്കപ്പെട്ട 7 പേരിൽ ഒരാളെ ജാമ്യം നൽകാൻ സുപ്രീം കോടതി ഉത്തരവിട്ടപ്പോൾ അലയൻസ് ഡിഫൻസ് ഫ്രീഡം എന്ന സംഘടനയുടെ ദീർഘനാളത്തെ പോരാട്ടത്തിന്റെ വിജയം കൂടിയായി മാറുകയായിരുന്നു. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുമെന്നതിന്റെ തെളിവ് കൂടിയാണ് കോടതി വിധിയെന്ന് കാണ്ഡമാലിൽ പീഡനങ്ങൾക്കിരയായവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മലയാളി മാധ്യമപ്രവർത്തകൻ ആന്റോ അക്കര പറഞ്ഞു. കാന്തമാലിലെ ക്രൈസ്തവ വിരുദ്ധ ആക്രമണത്തിനിരയായി 10 വർഷമായി തടവറയിൽ കഴിയുന്ന 7 നിരപരാധികളിൽ ഒരാൾക്കാണ് ഒടുവിൽ ജാമ്യം ലഭിച്ചത്. സ്വാമി ലക്ഷ്മണാനന്ദ സരസ്വതി 2008 ഓഗസ്റ്റ് 23 രാത്രി ജന്മാഷ്ടമി ആഘോഷത്തിനിടെ കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് ഒഡീഷയിലെ കാന്തമാലിലും സമീപ ജില്ലകളിലും ക്രൈസ്തവരെ ഉന്മൂലനം ചെയ്യാൻ കലാപമുണ്ടായത്. 100-ലേറെ പേർ കൊല്ലപ്പെട്ടു. 100 കണക്കിന് പള്ളികളും അനുബന്ധ സ്ഥാപനങ്ങളും തീവച്ച് നശിപ്പിച്ചു. 1,00,000-ലേറെ പേർ ഭവനരഹിതരായി. അവസാനം പീഡനത്തിനിരയായവരെ തന്നെ കേസിൽ കുടുക്കുകയും ചെയ്തു. നീണ്ട 10 വർഷത്തിലേറെ കാലം ജയിലിൽ കിടക്കുന്ന നിരക്ഷരും ദരിദ്രരുമായവർക്കു വേണ്ടി അലയൻസ് ഡിഫൻസ് ഫ്രീഡം എന്ന സംഘടന രംഗത്തു വരികയായിരുന്നു. തെറ്റായ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ ചുമത്തിയ കേസിൽ നിന്ന് എല്ലാവരെയും മോചിപ്പിക്കാനാവുമെന്ന ഉറച്ച വിശ്വാസമുണ്ടെന്ന് തുടക്കം മുതൽ കാന്തമാലിലെ പീഡിതർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആന്റോ അക്കര ഷെക്കിന ന്യൂസിന് നൽകിയ ടെലിഫോൺ അഭിമുഖത്തിൽ വ്യക്തമാക്കി. സത്യവും നീതിയും ഒരിക്കലും പരാജയപ്പെടുകയില്ല. അത് ആരെങ്കിലും സ്വാധീനം ഉപയോഗിച്ച് വലിച്ചു നീട്ടാൻ പറ്റും, അനീതിയും അസത്യവും. പക്ഷെ അത് ഒരിക്കലും സത്യം പുറത്തു വരും. അങ്ങനെ സത്യമായ ചെയ്ത് അല്ലെങ്കിൽ ക്രിസ്തു പഠിപ്പിച്ചതുപോലെ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. കണ്ടമാലിന്റെ യഥാർത്ഥ മോചനം അടുത്തിരിക്കുന്നു. സുപ്രീം കോടതി തന്നെ ഈ കണ്ടമാൽ കെട്ടുകഥ ഈ സംഘപരിവാറിന്റെ ഈ ക്രിസ്ത്യാനികൾ കൊന്നു എന്ന വാദം കാറ്റിൽ പറത്തുന്നതിന്റെ തുടക്കമാണ് ഈ ഗവർണർ ചലാൻസത്തിന് സുപ്രീം കോടതി തന്നെ ഏകപക്ഷീയമായി കൊടുത്ത ബെയിൽ. ഭിന്നശേഷിക്കാരനായ ഒരാൾ ഉൾപ്പെടെയുള്ളവരാണ് ഇപ്പോൾ ജയിലിൽ കഴിയുന്നത്. ഗോർനാഥ് ചാലെ നസേത്തിനാണ് ജാമ്യം ലഭിച്ചിട്ടുള്ളത്. നാഷണൽ ഡെസ്ക്, ഷെക്കീന ന്യൂസ്.